ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? പോലീസ് ഇത് വീണ്ടും പരിശോധിക്കുന്നു. ഇന്ന് തന്നെ ഒരുപക്ഷെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തേക്കാമെന്ന്. ഇന്നലെ രാത്രി ഞാനും ഇങ്ങനെ അറിഞ്ഞിരുന്നു, ഔദ്യോഗികമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് എന്ത് രേഖകളാണ് പരിശോധിക്കുന്നത് അറിയില്ല. ഞാൻ അവിടെ കൊടുത്ത രേഖകളെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രേഖകളിൽ ഇനി എന്തെങ്കിലും പുതിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഇത് ഈ സംഭവം കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും പറയാനൊക്കൂ. ഈ ശ്രീ രാജഗോപാൽ, അങ്ങയുടെ മേൽവിലാസം മാറിയിട്ടില്ല. എനിക്കൊന്ന് ബാലിഗഞ്ചിൽ തന്നെയാണ് അങ്ങ് ഇപ്പോഴും, അല്ലേ? അതേ അതെ, മേൽവിലാസം തന്നെയല്ലേ? ഇതേ മേൽവിലാസത്തിനാണ് 20 വർഷം മുമ്പ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ പാസ്പോർട്ട് എടുക്കുന്നത് ഈ അഡ്രസ്സിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ 2005 2015 ഇതേ അഡ്രസ്സിൽ നിന്ന് വീണ്ടും പുതുക്കി, വീണ്ടും ഇപ്പോൾ 2026 ഇതേ അഡ്രസ്സിൽ നിന്നാണ് ആപ്ലിക്കേഷൻ കൊടുത്തതും. നേരത്തെ 2 തവണയും പോലീസ് ഇവിടെ വീട്ടിൽ വന്നായിരുന്നു പോലീസ് വെരിഫിക്കേഷൻ ചെയ്ത്. ഇത്തവണ എന്തുകൊണ്ടെന്ന് അറിയില്ല, എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അതിനുശേഷം സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷൻ അവിടെ പോകാൻ പറഞ്ഞു. ഇതെല്ലാം ഒരുപാട് സമയമെടുത്താണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാനിപ്പോൾ ബയോമെട്രിക്സ് കഴിഞ്ഞിട്ട് മനഞ്ഞാന്ന് 2 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച 100 ദിവസമായി. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ 100 ദിവസം ഈ അങ്ങേ സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷൻ, ഞാൻ മനസ്സിലാക്കുന്നത് അത് പാകിസ്ഥാൻ, നേപ്പാൾ, മറ്റ് ഇടങ്ങളിലെ പൗരന്മാരുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ചെയ്യുന്ന, ഒരുപക്ഷെ പൗരത്വം തന്നെ സംശയിച്ചേക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതല്ലേ ഈ സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷൻ? അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ മാധ്യമ റിപ്പോർട്ട്, ഉല്ലേഖിന്റെ ഒരു റിപ്പോർട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ അറിയില്ലായിരുന്നു. ഞാനത് ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ സെന്റർ എന്ന ഒരു ധാരണയിലാണ് പോയത്. അപ്പൊ ഇന്നലെ ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു, നമ്മുടെ മലയാളി തന്നെ ഉല്ലേഖ് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് എനിക്കതിനെ കുറിച്ചുള്ള എനിക്ക് അറിയില്ലായിരുന്നു അത് കാര്യം. ഞാനും അത് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം മറ്റ് ഒരു സംസ്ഥാനത്തും ഈ SCO ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല, നമ്മളൊക്കെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നമ്മളുടെ മേൽവിലാസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് തിരക്കി അത് ക്ലിയറൻസ് ചെയ്ത് മറ്റേതെങ്കിലും കേസുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയാണല്ലോ പോവുക. അതിനും അപ്പുറത്തേക്ക് SCOയിലേക്ക് പോകാനായിട്ടോ അതുമായി ബന്ധപ്പെടാനോ ഒരാളോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. എനിക്ക് ആദ്യം 2005 പാസ്പോർട്ട് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ മകളും ഒരുമിച്ചാണ് പറ്റുന്നത്. അപ്പൊ എൻ്റെ മകൾക്ക് കുഴപ്പമില്ല, എൻ്റെ പാസ്പോർട്ട്, മകളന്ന് കുട്ടിയായിരുന്നു, എൻ്റെ പാസ്പോർട്ടിന് വേണ്ടി അന്നും എൻ്റെ അടുത്ത് SCO എന്ന ഓർഗനൈസേഷൻ പോകാൻ പറഞ്ഞു. പക്ഷെ അന്ന് വളരെ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ് ഞാൻ കണ്ടത്. വളരെ ഇൻഫോർമലായിട്ട് അവരെൻ്റെ വെറുതെ ഒരു മിനിറ്റ് പോലും അവിടെ നിർത്തിയില്ല. അവർക്ക് എന്തോ ഒരു കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത്തവണ പോയപ്പം അവിടെ എല്ലാം മാറിയിരിക്കുകയാണ്. ടോക്കൺ വേണം, അതിനുശേഷം ഞങ്ങൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിൽ കൊണ്ടുപോകുന്നു. യാതൊരു സുതാര്യതയുമില്ല. ഒരു ഓഫീഷ്യൽ എന്തൊക്കെ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഡോട്ട് പെൻ, നമ്മുടെ ബോൾ പെൻ എന്ന് പറയുന്നത് വെച്ച് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്ത് തരികയാണ് ചെയ്തത്. ഡിലീറ്റഡ് ഇൻ എക്സ്ക്ലൂഡഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല, സൈൻ ഇല്ല. അങ്ങനെ വളരെ നമുക്ക് കുറച്ചൊക്കെ ഇന്നലെ ഉല്ലേഖിന്റെ റിപ്പോർട്ട് വായിച്ച ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കുറച്ച് വളരെ ആശങ്കയുണ്ട്.